ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്രസ്റ്റ് മിൽക്ക് പമ്പിനെ പറ്റിയാണ്. ഓക്കെ, നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് വന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പമ്പാണിത്. അതായത് മാനുവൽ ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ഉണ്ട്, പിന്നെ ഇലക്ട്രിക് ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ഉണ്ട്. ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇലക്ട്രിക്കിനെ പറ്റിയാണ്. മാനുവൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് കൂടുതൽ നന്നായിട്ട് തോന്നിയത് ഇലക്ട്രിക്കാണ്. കൂടുതൽ മിൽക്ക് ഫ്ലോ ഉള്ളവർക്ക് ഇലക്ട്രിക് ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. നമുക്കത് ബാറ്ററിയിലും അല്ലാതെ നമുക്ക് വൈദ്യുതിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. നമ്മൾ യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വർക്കിംഗ് മദേഴ്സിന് അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ഇലക്ട്രിക് ബ്രസ്റ്റ് മിൽക്ക് പമ്പ്. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് മെഡലയുടെ സ്വിംഗ് മാക്സി ഫ്ലെക്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതിനെപ്പറ്റി അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മെഡലയുടെ സ്വിംഗ് മാക്സി ഫ്ലെക്സിൻ്റെ ബ്രസ്റ്റ് മിൽക്ക് പമ്പ്. ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് ബാറ്ററീസ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കറണ്ടിൽ യൂസ് ചെയ്യാം. ബാറ്ററീസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് 6 AAA ബാറ്ററീസാണ്, അല്ലെങ്കിൽ നോർമൽ നമ്മുടെ വൈദ്യുതിയുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മൾ പമ്പിങ്ങിന് മുമ്പ് നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത്, കൂടാതെ ഈ പമ്പിൻ്റെ ഓരോ പാർട്സും നന്നായി വാഷ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. അതിനുശേഷം ഇത് അസംബിൾ ചെയ്തെടുക്കണം. അസംബിൾ ചെയ്തെടുക്കുന്ന വിധമെല്ലാം അവരെ നമ്മുടെ മാനുവലിൽ തന്നിട്ടുണ്ടാവും. ഇത് ഒരേ ടൈമിൽ നമുക്ക് സിംഗിൾ സൈഡിലും അല്ലെങ്കിൽ നമുക്ക് ഡബിൾ സൈഡായും തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരേ ടൈമിൽ ഒരു ബ്രസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ 2 ബ്രസ്റ്റിൽ നിന്നും നമുക്ക് നമ്മുടെ താല്പര്യപ്രകാരം ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്യാവുന്നതാണ്. ഈ ഷീൽഡ്, അതായത് ആ കപ്പ് പോലെ ഇരിക്കുന്ന ഭാഗത്തിൻ്റെ പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാവുന്നതാണ്. കൈ കൊണ്ട് നമ്മൾ ആ ഷീൽഡ് നമ്മുടെ ബ്രസ്റ്റിൽ ചേർത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച ശേഷം അടുത്ത കൈ കൊണ്ട് നമ്മുടെ മോട്ടോർ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. നമ്മുടെ കംഫർട്ട് ലെവലിനനുസരിച്ച് നമുക്കിതിൻ്റെ സ്പീഡ് കൂട്ടിയും കുറച്ചും നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഫ്ലോ ക്രമീകരിക്കാവുന്നതാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നതോറും നമുക്കതിൻ്റെ ആ ഒരു റിതം എങ്ങനെയാണ് നമുക്ക് കിട്ടിക്കോളും. ഞാനും ഫസ്റ്റ് ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ നമുക്ക് ആ സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും, അതായത് എങ്ങനെയാണത് അതിൻ്റെ സ്പീഡ് കൂട്ടുക കുറയ്ക്കുക, എപ്പോഴാണിത് കൂട്ടേണ്ടത്, ചിലപ്പോൾ നല്ല ഫ്ലോ ഉള്ളപ്പോൾ അതിൻ്റെ സ്പീഡ് കുറച്ച് കൊടുക്കുക, അങ്ങനെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. അത് നമ്മളത് യൂസ്ഡ് ആയിക്കോളും. യൂസ് ചെയ്ത് നമ്മളത് പഠിച്ചോളും. ശരിക്കും ബ്രസ്റ്റ് മിൽക്ക് പമ്പ് യൂസ്ഫുൾ ആയിട്ടുള്ളത് വർക്കിംഗ് മദേഴ്സിനും അതേപോലെ മിൽക്ക് ഫ്ലോ കൂടുതലായിട്ടുള്ള അമ്മമാർക്കുമാണ്. നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് വേസ്റ്റ് ചെയ്യാതെ സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക് വേണ്ടി. അപ്പോൾ കളക്ട് ചെയ്ത പാല് ബോട്ടിലുകളിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാൻ പോവുകയാണ്. ഫ്രീസറിൽ സൂക്ഷിക്കുന്ന പാല് നമുക്കൊരു 6 മാസം വരെ കുട്ടികൾക്ക് കേടുകൂടാതെ കൊടുക്കാൻ പറ്റും. ഞാൻ ഈ കളക്ട് ചെയ്യുന്ന മിൽക്ക് ഞാൻ സേവ് ബേബീസ് എന്നൊരു ഫൗണ്ടേഷൻ വഴി ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് പ്രീമച്വർ ബേബീസിന് വേണ്ടിയിട്ട്. സോ അങ്ങനെയാണ് ചെയ്യുന്നത്. അത് ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. അതേപോലെ നിങ്ങൾക്കും വേണമെങ്കിൽ മിൽക്ക് ഡൊണേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി തന്നെ യൂസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.